എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജനങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസമായ സാമൂഹിക സുരക്ഷാ പെൻഷനും സർക്കാർ സഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ നിധി ബോർഡ് പെൻഷനുകളും ആയിട്ടുള്ള വാർത്തകളാണ് പറയാൻ പോകുന്നത്. 2025 ആദ്യത്തെ ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാണിച്ച് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചുള്ള വ്യാപക പരിശോധന ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ജനുവരി പെൻഷൻ തുകയ്ക്കുള്ള 850 കോടി അനുവദിക്കും എന്ന സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത്. 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് 7 ഫെബ്രുവരി അവതരിപ്പിക്കാനിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലൻ. ബജറ്റിന് മുമ്പ് ഒരു ഗഡുവും വിരമിച്ച പെൻഷൻകാർക്കുള്ള പെൻഷൻ ക്ഷേമപത്യം നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 4 മാസത്തെ കുടിശ്ശിക പെൻഷൻ 6400 രൂപ ഉടനെ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് അറിയിപ്പ് പുറത്തുവിട്ടു. 2025 മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുകയിൽ ഒരു ഗഡു കുടിശ്ശിക ആണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ഈ ജനുവരി മാസത്തിൽ ആവാം ഒരു ഗഡു വിതരണം. അങ്ങനെയാണെങ്കിൽ 3200 രൂപ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും. പെൻഷൻ പട്ടിക നിർമ്മിക്കാതെ വീണ്ടും പെൻഷൻ നടത്തിയാൽ അർഹതയില്ലാത്തവർ വീണ്ടും കൈയിട്ട് വരും എന്ന ഉത്കണ്ഠയും സർക്കാരിനുണ്ട്. അപ്പം ഇതുപോലത്തെ പെൻഷൻ അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ എല്ലാ വീഡിയോകളും തേടിയെത്താൻ നിങ്ങൾ ഈ വീഡിയോയുടെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.